കേരളത്തിൽ 5 NDA ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. അതുപോലെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDF 63 ഇടങ്ങളിൽ ലീഡ് നില ഉയർത്തിയിരിക്കുന്നെങ്കിൽ 69 ഇടങ്ങളിലേക്ക് UDF അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 69 ഇടങ്ങളിൽ UDF, 63 ഇടങ്ങളിൽ LDF എന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 112 വോട്ടുകൾക്ക് മുന്നിലാണ്. കുന്നത്തുനാട് PV ശ്രീനിജൻ 54 വോട്ടുകൾക്ക് മുന്നിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ 515 സംതിങ് വോട്ടുകൾക്ക് ഞാൻ ജയിക്കുമെന്നുള്ളൊരു പ്രഡിക്ഷൻ കൂടി നടത്തിയതാണ്. മാനന്തവാടി ഉഷ വിജയൻ 90 വോട്ടുകൾക്ക് മുന്നിലാണ്. കൽപ്പറ്റയിൽ കോൺഗ്രസിന്റെ സിദ്ദിഖ് 79 വോട്ടുകൾക്ക് മുന്നിലാണ്. അത്തരത്തിലാണ് ഇപ്പോൾ നിലവിലൊരു പൊതുചിത്രം. നിലവിൽ കേരളത്തിൽ UDF 69 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. LDF 63 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA 5 ഇടങ്ങളിൽ. NDA സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം നൽകുന്ന ആദ്യഘട്ട ട്രെൻഡ് ആണെങ്കിലും NDA സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയാണ്, ചിത്രമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഈ കാസർഗോഡ് ചാത്തന്നൂർ നിയമം അടക്കം NDA മുന്നിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് ചാത്തന്നൂർ നിയമം അങ്ങനെ ഏതാണ്ട്. അതുപോലെ തന്നെ കഴക്കൂട്ടം, ഇവിടങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത് NDA ആണ്. BJP തന്നെ വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. UDF 69 അടുത്ത് വ്യക്തമായ സീറ്റ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 63 അടുത്ത് LDF അതുപോലെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. കൽപ്പറ്റയിൽ അതുപോലെ T സിദ്ദിഖ് 79 വോട്ടിന് മുന്നാണ്. കൊച്ചി മുഹമ്മദ് ഷിയാസ് 2000 വോട്ടിന് മുന്നിലാണ്. 2000 വോട്ടിനാണ് ലീഡ്. PCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നു. ഒരുപാട് വിവാദങ്ങളിൽ പെട്ട നേതാവ് കൂടിയാണ്. നിരന്തരം വിവാദങ്ങളിൽ പെട്ട നേതാവ്. എപ്പോഴും വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന നേതാവാണ്. അതെ, നിരന്തരം പ്രത്യേകിച്ച് പോലീസുകാരുണ്ട്. സ്ഥിരമായി പോലീസുകാരുടെ പ്രശ്നം ഉണ്ടാക്കുന്ന നേതാവാണ്. കോവളത്ത് M. വിൻസെന്റ് 73 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള വിവരം വരുന്നു. കോൺഗ്രസിന്റെ M. വിൻസെന്റ്. പാലയിൽ മാണി സി കാപ്പൻ 139 വോട്ടുകൾക്ക് മുന്നിലാണ്. കുണ്ട്രയിൽ PC വിഷ്ണുനാഥ് 54 വോട്ടുകൾക്ക് മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല, PC ജോർജ് വന്നിട്ട് PC ജോർജ് പൂഞ്ഞാറ് പിന്നിലാണ്, ഭയങ്കര പിന്നില്ല. അതായത് അപ്പനും മോനും എങ്ങനെ വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് സഭയിൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം 1 കോടി രൂപയ്ക്ക് പന്തയം വെച്ചതാണ്. അകത്ത് കയറുന്നേ പറഞ്ഞുള്ളൂ അല്ലേ, സഭയിലുണ്ടാകും എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ, MLA ഒന്നും പറഞ്ഞിട്ടില്ല. സഭയിൽ ആർക്കും എത്താമല്ലോ, പാസ് എടുത്ത് കയറാം. ഇനി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? കഴിഞ്ഞ ദിവസം ട്രോള് കണ്ടാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നറിയില്ല. മണ്ഡലത്തിലുള്ള ഒരു പൊതുചിത്രം വളരെ വല്ലാണ്ട് മോശമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പലതവണയും രാഷ്ട്രീയ പരാമർശങ്ങളിൽ നാക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വളരെ വളരെ നിശ്ചിതമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് PC ജോർജ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ജനപ്രീതി ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായി. PC ജോർജിന്റെ ഒരു വളർച്ച ഉണ്ടല്ലോ. PC ജോർജിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ നാട്ടുകാർക്കല്ല, കേരളത്തിൽ ഒന്നടങ്കം അറിയണം. PC ജോർജ് കോൺഗ്രസ് ഇരിക്കുമ്പോൾ ഗർജിക്കുന്ന സിംഹം എന്ന് പറഞ്ഞിരുന്ന വെറുതെ ആയിരുന്നില്ല കേട്ടോ. PC ജോർജിന്റെ പല പ്രസ്താവനകളും പല സംഭവങ്ങളും ജനകീയമായി ഇടപെട്ടുന്ന പല കാര്യങ്ങളും PC ജോർജിനെ അവിടെ ഒരു വലിയ നേതാവായി കൊണ്ടുവന്നു. അതേ നേതാവ് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ആലോചിക്കണം. ഒരാൾ സ്വതന്ത്രമായി മത്സരിച്ച് 27,500 സംതിങ് വോട്ടിന് ജയിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതേ സ്ഥലത്തിൽ അതേ മണ്ഡലത്തിൽ പൂഞ്ഞാറ് ഇത്തവണ കഴിഞ്ഞ തവണ പോകുന്നത് ദയനീയമായ പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ടായി. ആലോചിക്കണം. ഈ നമ്മുടെ മാളികാമുകളേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് നാക്ക് തന്നെയാണ് കാര്യം. പലയിടങ്ങളിലും വളരെ മോശമായിട്ടുള്ള കഴിഞ്ഞവട്ടമൊക്കെ ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പള്ളിപ്പെരുന്നാളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ്. അവരുടെ ജനപ്രീതി ആ രീതിയിലേക്ക് PC ജോർജിന്റെ ജനപ്രീതി ഇടിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത്തവണ എന്താണെന്നറിയില്ല, PC ജോർജിന് വലിയൊരു ആത്മവിശ്വാസമാണ്. അതെ, അവസാന നിമിഷം പോലും ആ കോൺഫറൻസ് കഴിഞ്ഞോടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കോൺഫറൻസ് കഴിഞ്ഞോടെ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഞാൻ ജയിക്കും, സംശയമുള്ളവർക്ക് 1 കോടി രൂപയ്ക്ക് വെച്ചു വെക്കാന്ന് പറഞ്ഞു. ചെറിയ പറ്റൊന്നുമല്ല, 1 കോടി രൂപയ്ക്ക് നമുക്ക് വെച്ചു വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ് അത്രത്തോളം വലിയൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. 1 കോടി രൂപ ജയിച്ച് ആരും പോകുന്നില്ല, തന്തയ്ക്ക് ഉള്ളിട്ടെന്ന് അറിയാം. അതുകൊണ്ടായിരിക്കും ഇതിന് മുൻപേ നമ്മൾ ഈ ഇലക്ഷനൊക്കെ മുൻപേ നടത്തുന്ന പല അവകാശവാദങ്ങളും പല ബെറ്റുകളും ഒക്കെ പിന്നീട് ഞാൻ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, അങ്ങനല്ല പറഞ്ഞത് എന്നൊക്കെയുള്ള തിരിച്ചു പറച്ചിൽ നേതാക്കൾ തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തൃത്താലയിൽ VT ബൽറാം 54 വോട്ടുകൾക്ക് മുന്നിലാണ്. എന്തായാലും കേരളത്തിലെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDF 65 ഇടങ്ങൾ. അങ്ങനെ തന്നെയാണോ രാവിലേട്ടാ? തീർച്ചയായും 65 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. അത് 68 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. അതായത് 3 സീറ്റുകൾക്ക് മുന്നിൽ ഇപ്പോഴും UDF തന്നെയാണ്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, BJP അടക്കം 5 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തിയിരുന്നെങ്കിൽ അത് 4ലേക്ക് വീണ്ടും ചുരുങ്ങിയിരിക്കുകയാണ്. 5 ഇടങ്ങളിൽ നിന്ന് NDA അല്ലെങ്കിൽ ഈ കേരളത്തിൽ മുഖ്യമായിട്ട് പറയുകയാണെങ്കിൽ BJP 4 ഇടങ്ങളിലേക്ക് അല്ലേ, 4 ഇടങ്ങളിലേക്ക് ലീഡ് നില താന്നിരിക്കുന്നു. 5 ഇടങ്ങൾ എന്നുള്ളിടത്ത് 4 NDA മാറിയിരിക്കുന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 4-ൽ നിന്ന് അവർ താഴെ പോകുന്നില്ല. അതെ, ആ 4, അതാണ് ഞാൻ പറയാൻ വന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം 4 എന്ന് പറയുന്നത് കൃത്യമായ 4 നിൽക്കുന്നുണ്ട്. ആ 4 കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പറയുന്ന അവരുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. BJPയുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലമാണ് തിരുവല്ല. അനൂപ് ആന്റണി മത്സരിച്ച മണ്ഡലം. അവിടെ അനൂപ് ആന്റണി പിന്നിലാണ്. അനൂപ് ആന്റണി കാണാൻ അനൂപ് ആന്റണി പിന്നിലാണ്.
മാത്യു ടി തോമസ് തന്നെ വീണ്ടും തിരുവല്ലയിൽ ലീഡ് ചെയ്യുന്നു എന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സമയത്ത് ഒന്നുകൂടി ചോദിക്കട്ടെ, ആരധികാരത്തിൽ വരുന്നു തോന്നുന്നേ? നേരത്തെ എന്നോട് ചോദിച്ചതാണ്, ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഞാനൊരു കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ പോലെ പറഞ്ഞാൽ മതി. 12 പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ പറഞ്ഞോളൂ. എന്തായാലും ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ ലീഡ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും കേരളത്തിൽ അതിന് മുൻപ് തന്നെ കേരളത്തിലെ ഒരു പൊതുചിത്രം നോക്കാം. കേരളത്തിൽ LDF 65 ഇടങ്ങളിൽ ലീഡ് നില ഉയർത്തിയിട്ടുണ്ടെങ്കിൽ UDF 68 ഇടങ്ങളിലേക്ക് ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 3 സീറ്റുകളിലെ അന്തരം. NDA അതുപോലെ 4 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുള്ളതാണ്. വട്ടിയൂർക്കാവിലെ കെ മുരളീധരൻ മുന്നിലാണ്. UDF സ്ഥാനത്ത് കെ മുരളീധരൻ മുന്നിലാണ്. അവിടെ മികച്ച MLA ബ്രോ എന്നും മേയർ ബ്രോ എന്നൊക്കെ പേരിട്ട VK പ്രശാന്ത് പിന്നിൽ പോയിരിക്കുകയാണ്. അവിടെ കെ മുരളീധരൻ മുന്നിൽ വന്നിരിക്കുകയാണ്. നാട്ടിക ഗീതാ ഗോപി മുന്നിലാണ്. നാട്ടിക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി 119 വോട്ടുകൾക്ക് മുന്നിലാണ്. പേരാവൂര് സണ്ണി ജോസഫ് 111 വോട്ടിന് മുന്നിലാണ്. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ മുന്നിലാണെന്നാണ് നിലവിലത്തെ ലീഡ് കാണിക്കുന്നത്. എന്റെ മണ്ഡലമാണ്, അവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. പലരും എന്നോട് ചോദിക്കുന്നത് ആര് ജയിക്കുന്നു, അപ്പൊ എനിക്ക് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യം അറിയില്ല. കാര്യം അത്രയും നല്ല ഇത്തവണത്തെ ഇലക്ഷനും അതേപോലെ തന്നെ ലീഡ് നിലയും കാര്യങ്ങളൊക്കെ. തീർച്ചയായും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ നോക്കുക. കേരളത്തിൽ ആകെയുള്ള ഒരു ട്രെൻഡ് നോക്കിയാൽ 67 ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ തൊട്ടു പിന്നിൽ 66 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നാലെ പോകുന്നുണ്ട്. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ്. എനിക്കിപ്പോ തോന്നുന്നത് BJP NDA പറഞ്ഞ പോലെ തന്നെ നിർണായക കക്ഷിയാകും തോന്നുന്നല്ലേ. എങ്ങാനും ഈ പറയുമ്പോൾ 69-70 സീറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഒരു സീറ്റ് എങ്ങാനും BJP ജയിച്ച എന്ത് ചെയ്യും, എങ്ങനെ ഭരിക്കും? അതെ, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ. ആദ്യഘട്ട ലീഡ് നിലയാണ് ഇത്. ട്രെൻഡായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്ന സാധ്യതയില്ല. എന്തായാലും കേരളത്തിൽ നിലവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു കാര്യം കൂടെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ കേരളത്തില് 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത് കൊച്ചിയിലാണ് കേട്ടോ. ഷിയാസ് 2000 വോട്ടിന് വ്യക്തമായ ലീഡ് അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടിന് ലീഡ് ചെയ്യുന്നത് ഷിയാസ്. ബാക്കിയെല്ലാം ഇങ്ങനെ 650 ആ ലെവലിലൊക്കെ ഉള്ളൂ, അതിന് താഴേക്ക് ഉള്ളൂ. അതായത് 11 വോട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. നിലവിൽ 1000 നടന്നിരിക്കുന്നത് ഷിയാസാണ്. എന്തായാലും കൊയിലാണ്ടി ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ K പ്രവീൺ കുമാർ 125 വോട്ടുകൾക്ക് മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 1500 വോട്ടുകൾക്ക് മുന്നിലാണ്. കാസർഗോഡ് ML അശ്വനി 64 വോട്ടുകൾക്ക് മുന്നിലാണ് BJPയുടെ ML അശ്വനി. അതുപോലെ തന്നെ ഫാത്തിമ തഹ്ലിയാണല്ലേ 350 വോട്ടുകൾക്ക് മുന്നിലാണ്. പേരാമ്പ്രയിൽ KK ശൈലജ ടീച്ചറിനെ അല്ലേ അതെ പിന്നിലാക്കിക്കൊണ്ട് തഹ്ലിയ മുന്നിലാണെന്നുള്ള വിവരമാണ്. നാട്ടികയിൽ ഗീതാ ഗോപി അതുപോലെ 449 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള ഒരു അപ്ഡേഷൻ കൂടി വരികയാണ്. പള്ളിക്കുന്ന് TV ഇബ്രാഹിം 96 വോട്ടുകൾക്ക് മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ് 536 വോട്ടിന്. പിന്നെ ഷുവർ സീറ്റ് ആണ്. തൃപ്പൂണിത്തറയില് സിനിമാ നടി അഞ്ജലി നായർ BJP NDAയുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി ചക്കയായിരുന്നു. ലീഡ് ചെയ്യുന്നു. ഇല്ല, പിന്നിലാണ്, കാണാനില്ല. അല്ല, പറയാൻ കാര്യം അറിയാമോ, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് ഇവര് ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ പറഞ്ഞു വന്ന് ഹോട്ടലിൽ ആൾക്കാർ പറഞ്ഞു MLA കഴിച്ചിട്ട് പൊക്കോട്ടെ. ആക്ച്വലി ഇവർക്ക് ട്രോൾ ചെയ്താണെന്ന് ഒരു സ്ട്രാറ്റജി ആയിരുന്നു, ഒരു PR സ്ട്രാറ്റജി ആയിരുന്നു കണ്ട കാര്യമാണ്. അതായത് മലപ്പുറം തന്നെ പറയുന്ന പോലെ വളരെ വിവാദം ഉണ്ടാക്കുന്ന എല്ലായിടത്തും ഒരുവിധം 2020 വേണ്ടി മത്സരിച്ച ഒട്ടുമിക്ക എല്ലാ സ്ഥാനാർത്ഥികളും ഈ പറഞ്ഞ പല വിവാദമായിട്ടുള്ള വളരെ ട്രോൾ ചെയ്യപ്പെട്ട. ഞാൻ നോക്കുന്നത് ഇപ്പോഴും കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാതെ വിട്ടുപോയതാണ്. അഖിൽ മാരാർ PC ജോർജ് ഒന്നും അല്ല കോൺഫറൻസ്, മാരാടുന്നതാണ് കോൺഫിഡൻസ്. ഇന്നലെ രാത്രി വരെയും പറഞ്ഞ മാരാണ് ജയിച്ചതാ. മാരാട് സ്വന്തം സർവേയിൽ മാരാട് ജയിച്ചു കഴിഞ്ഞു. ഞാൻ നിയമസഭയിൽ ഉണ്ടാകുന്നായിരുന്നു അഖിൽ മാരാർ. അല്ല, അത് നമ്മൾ PC ജോർജിന്റെ കാര്യം പറഞ്ഞ പോലെ നിയമസഭയിൽ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞുള്ളൂ. എങ്ങനകത്ത് കയറുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, MLA ആയി ഉണ്ടാകും എന്ന് പറഞ്ഞില്ലല്ലോ. മാരാടൊക്കെ ഒരു കോൺഫിഡൻസ് മാരൊക്കെ കാണാനില്ല, ചിത്രത്തിൽ നല്ല ഒരിടത്തും ഇല്ല. അതാ വേറൊരു കാര്യം. നിലവിൽ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDF കേരളത്തിൽ 64 ചുരുങ്ങിയിരിക്കുന്നു. 64 ഇടങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ UDF 69 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ NDA 4 ഇടങ്ങളിൽ കേരളത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലത്തെ ഒരു പൊതുചിത്രം. കേരളത്തിൽ തൃക്കരിപ്പൂർ BPP മുസ്തഫ 214 വോട്ടുകൾക്ക് മുന്നിലാണ്. പേരാമ്പ്രയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിമ തഹ്ലിയ തന്നെയാണ് മുന്നിൽ. അതെ. നമുക്ക് ഈ സമയത്ത് തന്നെ പറഞ്ഞു പോകണം. തമിഴ്നാട്ടിൽ DMK 52 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ADMK 21 ഇടത്ത്. TVK തമിഴക വെട്ടിക്കഴകം എന്ന വിജയുടെ പ്രസ്ഥാനം 8 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അവരോട് ഭരിക്കുമെന്നൊക്കെ ഉള്ള അടുത്ത CM 2024 CM വിജയ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. വലിയ രീതിയിൽ റാലികളിലും കാര്യങ്ങളും ഒക്കെ വലിയൊരു ജനപിന്തുണ. അത് ഈ പറഞ്ഞ കാശ് കൊടുത്ത് ഏറ്റതാണെന്ന് അറിയില്ല എങ്കിൽ പോലും വലിയൊരു സ്റ്റാർ വാല്യൂ അവിടെ ഈ നടന്മാരെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ പിന്നീട് വളരെ തിളങ്ങിയ അവരുടെ ഒരു ഐക്കണായ അവരുടെ രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി. അതെ.
എന്തായാലും ആ റാലികളിലും പൊതുവിടങ്ങളിലെ നമ്മൾ ബംഗാളിലും കൂടി അതുപോലെ പറഞ്ഞു കേട്ടോ. ബംഗാളിലെ BJP ആണ് ലീഡ് ചെയ്യുന്നത്. 100 മേലെ ലീഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 100 ലീഡ് ചെയ്യുന്നുണ്ട്. 92 TMC. നമ്മളെ പാലക്കാട് മണ്ഡലം നോക്കുകയാണെങ്കിൽ പാലക്കാട് വലിയ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ്. വിവാദങ്ങളൊക്കെ ഉണ്ടായ മണ്ഡലമാണ്. രമേശ് പിഷാരടി മത്സരിച്ച മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുമ്പോ കഴക്കൂട്ടം, അതുപോലെ നേമം, മഞ്ചേശ്വരം, ഒപ്പം പാലക്കാട് 4 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഇപ്പോഴും വ്യക്തമായ ഒരു ലീഡ് ശോഭാ സുരേന്ദ്രൻ തുടക്കഘട്ടം മുതൽ തന്നെ നിലനിർത്തുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ പിന്നിലേക്ക് പോയിട്ടില്ല. 2 മന്ത്രിമാർ പിന്നിലാണ് കേട്ടോ. R ബിന്ദു, വീണ ജോർജ് 2 മന്ത്രിമാരും പിന്നിലാണ്. VD സതീശൻ പറഞ്ഞ പോലെ പല മന്ത്രിമാരും പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മഞ്ചേശ്വരത്തെ K സുരേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിൽ കയറി വരുന്നുണ്ട്. നല്ല ലീഡ് കാണിക്കുന്നുണ്ട്. കേരളത്തിൽ UDF അതുപോലെ തന്നെ വീണ്ടും ലീഡ് നില ഉയർത്തുന്ന കാഴ്ച കാണുകയാണ്. UDF കേരളത്തിൽ 70 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നത്. വീണ്ടും 69 ചുരുങ്ങുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ കൂടി വരികയാണ്. LDF അതേപോലെ തന്നെ 64 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീരെ താഴേക്ക് പോകുന്നില്ല, വളരെ ഉയർച്ചയിലേക്ക് പോകുന്നില്ല. ആ ഒരു ലീഡ് നില 4-5 എന്നുള്ള രീതിയിലേക്ക് തന്നെ അവർ അതിലേക്കൊക്കെയാണ് ലീഡ് നില. തീരെ താഴെ പോകുന്നില്ല എങ്കിൽ വളരെ അതിശയിപ്പിക്കുന്ന ലീഡിലേക്ക് പോകുന്നില്ല. തൊട്ടു പിന്നിലായി LDF ഉണ്ട്. തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. അതായത് ചെറിയ സീറ്റുകളുടെ അന്തരം മാത്രമാണ് നിലവിലുള്ളത്. 63 LDF ലീഡ് ചെയ്യുമ്പോൾ 70 UDF ലീഡ് ചെയ്യുന്നു. NDA ഇപ്പോഴും ആ 4 സീറ്റിൽ വ്യക്തമായ ലീഡ് നിലനിർത്തി തന്നെ പോവുകയാണ്. അതൊരു ഘട്ടത്തിൽ പോലും 4 നിന്ന് താഴേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു 4 സീറ്റ് ഇപ്പോഴും NDA വ്യക്തമായി തന്നെ ലീഡ് നിലനിർത്തുന്നു. അതിലൊരു സീറ്റ് പാലക്കാടാണ്. മഞ്ചേശ്വരം മാത്രമല്ല, വേറൊരു കാര്യമാണ്. മഞ്ചേശ്വരത്ത് 69 വോട്ടിന് 89 വോട്ടിനാണ് കഴിഞ്ഞതിന് മുന്നേ 2016 K സുരേന്ദ്രൻ തോൽക്കുകയും ചെയ്യുന്നത്. അത് K സുന്ദരയാണ് അതിന് കാരണം 4000 സംതിങ് വോട്ട് 4000 സംതിങ് വോട്ടാണ് K സുന്ദരൻ എന്ന അപരം പിടിച്ചത്. അല്ലെങ്കിൽ 2016 K സുരേന്ദ്രൻ അന്ന് നിയമസഭയിൽ ഉണ്ടാവുമായിരുന്നു. തീർച്ചയായും. അപ്പോ ഇക്കുറി ഉണ്ടാകും തോന്നുന്നല്ലേ? മാറ്റം വരാം സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ 2014 സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. 2014 വളരെ വ്യത്യാസമുണ്ട്. 10 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് വലിയ വ്യത്യാസം തന്നെയാണ്. മാറ്റമല്ല, നമുക്ക് ഓരോ മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ചിറയൻകീഴ് രമ്യ ഹരിദാസ് ലീഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക ഘടകം രമ്യ ഹരിദാസ് വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് രമ്യ ഹരിദാസ് ചിറയൻകീഴ് ലീഡ് ചെയ്യുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ലീഡിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണെന്നുള്ളതാണ്. ലീഡ് നിലയാണ് എങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് UDF ആ ഒരു ചിത്രം ഉയർത്തിയിരിക്കുന്നു. അവരുടെ അക്കം ഉയർത്തിയിരിക്കുന്നുള്ളതാണ്. 71 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു കേരളത്തിൽ. LDF 62 ഇടങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ NDA 4 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. നിലവിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ UDF പറഞ്ഞെങ്കിൽ, പക്ഷെ നിലവിലെ ലീഡ് നിലയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല അല്ലേ? പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ പോലെ ആദ്യഘട്ട ഒരു ലീഡ് നിലയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പോലും. ഞാൻ പ്രത്യക്ഷത്തിന് വളരെ അങ്ങേയറ്റമുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലത്തെ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാനിവിടെ പറയുമ്പോൾ വേറെ കാര്യം അറിയാമോ, ഈ ബൂത്തുകൾ എണ്ണി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികം ഓരോ ബൂത്തിലാണല്ലോ ഉണ്ടെന്നത്. അപ്പൊ അവിടെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ മാറി വരാൻ സാധ്യത. അപ്പൊ നമുക്ക് അടുത്ത ബൂത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ചില സ്ഥലങ്ങളിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടാകുന്ന ബൂത്തുകളായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മാറി വരുന്നത്. അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തുടക്കമല്ലേ ആവുന്നേ ഉള്ളൂ. നേരത്തെ വീണ്ടും ശക്തനാണ് മുന്നിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശക്തം മുന്നിലാണ്. അതുപോലെ തന്നെ മലപ്പുറത്തെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. അങ്ങനെ വലിയ തരത്തിൽ മാറ്റം ഉണ്ടാകുന്നു. 72, 61, 4 എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ലീഡ് നില. 72 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 61 ഇടത്തിലേക്ക് LDF ചുരുങ്ങിയിരിക്കുകയാണ്. 4 സീറ്റിൽ ഇപ്പോഴും NDA അവരുടെ ലീഡ് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. UDF 72 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 72 സീറ്റ് UDF, 62 സീറ്റ് LDF ലീഡ് ചെയ്യുന്നു. പിണറായി വിജയൻ ധർമ്മടത്ത് 478 വോട്ടിന് മുന്നിലാണ്. 478 വോട്ടിന് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. അത് വേറെ കാര്യം. കഴിഞ്ഞ ദിവസം അബിൻ വർക്കി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നേ. അബിൻ വർക്കി പറഞ്ഞത് ധർമ്മടത്ത് പോലും പിണറായി വിജയൻ തുടക്കത്തിൽ ലീഡ് ചെയ്യില്ല എന്നുള്ളതാണ്. തർക്കിച്ച് മത്സരിച്ച് പറഞ്ഞാണ്. അതായത് ബെറ്റ് വെക്കുന്നു, ധർമ്മടത്ത് പോലും പിണറായി വിജയൻ അവസാന നിമിഷങ്ങളിൽ മാത്രമേ ജയിക്കുകയുള്ളൂ, ആദ്യ ലീഡ് മാറി വരും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ധർമ്മടം, പേരാവൂര് അതൊക്കെ നമുക്ക് സ്വാഭാവികമായി അവർ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തന്നെ മണ്ഡലങ്ങൾ. അവിടെ ഇപ്പോൾ സതീശൻ കയറി വരുന്ന വലിയ സംഭവമൊന്നുമല്ല. ധർമ്മടത്ത് പിണറായി വിജയൻ ഉയർന്നു വരുന്ന വലിയ സംഭവമേ അല്ല. അത് അങ്ങനെ ഉണ്ടാകുന്നത് അവരുടെ നാടാണ്, അവരുടെ മണ്ഡലമാണ്. അത് അവർക്കറിയാം. അതെ, തീർച്ചയായും. എന്ത് വന്നാലും അവർ തന്നെ അവിടെ ജയിക്കും. വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകും. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ പേരാവൂര് തർക്കിക്കണം. തീർച്ചയായും പേരാവൂര് വരുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സതീഷിനെതിരെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയുന്നുണ്ട് സണ്ണി ജോസഫ്, KK ശൈലജ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കേരളത്തെ ഏറ്റവും മികച്ച ആരോഗ്യ മന്ത്രി എന്ന് പേര് കേട്ട 65,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച, ഏറ്റവും അധികം ഭൂരിപക്ഷം ജയിച്ച ഒരു MLA മാരിൽ ഒരാളായിരുന്നു. ഇപ്പോഴത്തെ മത്സരിക്കുമ്പോൾ അവിടെ സണ്ണി ജോസഫാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നിലാണ്.
കേരളത്തിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള 505 വോട്ടുകൾക്ക് മുന്നിലാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 110 വോട്ടിന് മുന്നിലാണ്. 110 വോട്ടുകൾ. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ലീഡ് ചെയ്യുന്നു. പി.സി. ജോർജ് എവിടെ? പി.സി. ജോർജിനെ കാണാനല്ല. പി.സി. ജോർജിനെ വിളിക്കണം. അപ്പോ ചിത്രത്തിലേ ഇല്ല അല്ലേ? പി.സി. ജോർജ് ചോദിക്കണം എവിടെ കാണാനല്ല. പി.സി. ജോർജ് ഇപ്പൊ എന്ത് പറയുന്ന അറിയാവോ? തുടങ്ങിയതല്ലേ ഉള്ളൂ, ഞാനേ ജയിക്കത്തുള്ളൂ. അതെ അതേ പറയുന്നത്. അവസാനം വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പൂഞ്ഞാറിൽ എം.ജെ. സെബാസ്റ്റ്യൻ, ക്ഷമിക്കണം, സെബാസ്റ്റ്യൻ കുളത്തെങ്കിലല്ല, എം.ജെ. സെബാസ്റ്റ്യൻ 102 വോട്ടിന് മുന്നിലാണ്, ലീഡ് ചെയ്യുന്നു. പല സ്ഥലത്തും വ്യക്തമായ ലീഡ് ഉണ്ടാവുന്നുണ്ടേ. നമ്മൾ നോക്കുന്നതിന് മനസ്സിലാവുന്നുണ്ട്. പലയിടങ്ങളിലും അതും ആലോചിക്കണം. BJP അടക്കം ലീഡ് ചെയ്യുന്നു 5 അതായത് കോഴിക്കോട് BJP ലീഡ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJP വീണ്ടും ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 4 സീറ്റിൽ നിന്ന് 1 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചു. കോഴിക്കോട്, നേമം, മഞ്ചേശ്വരം, പാലക്കാട്, കടക്കൂട്ടം 5 സീറ്റിൽ BJP NDA 5 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. 5 സീറ്റിൽ വോട്ടെണ്ണി തുടങ്ങി ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്. ആ സമയം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ LDF 62 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ UDF 71 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA 5 ഇടങ്ങളിൽ അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നുള്ളതാണ്. 4-5 എന്നുള്ള നിലയിലേക്കാണ് NDAയുടെ ഒരു ലീഡ് നില മാറിയും മറിഞ്ഞും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൊതുവിൽ ബേപ്പൂര് മുഹമ്മദ് റിയാസ് 350 വോട്ടിന് പോയിട്ടില്ല എന്നുള്ള കാര്യം പോയിട്ടില്ല. കാണാനില്ല. ലീഡ് നില അതേ ലെവലിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ലീഡ് ഉയർത്തുന്നല്ല, താഴ്ന്നു പോകുന്നത്. റിയാസും പോകുന്നില്ല, അതിൽ നിൽക്കുന്നുണ്ട്. ചേർത്തലയിൽ P. പ്രസാദ് 221 വോട്ടിന് മുന്നിലാണ്. 221 വോട്ടിന് P. പ്രസാദ് ലീഡ് ചെയ്യാണ് ചേർത്തല മണ്ഡലത്തിൽ. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, അതായത് UDF സ്ഥാനത്ത് IC ബാലകൃഷ്ണൻ 2115 വോട്ടുകൾക്ക് മുന്നിലാണ്. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി റനീഷാണ് മുന്നിലുള്ളത്. 300 വോട്ടുകൾക്ക് മുന്നിലാണ്. 300 വോട്ടുകൾക്ക് മുന്നിലാണ്. രാജീവ് ചന്ദ്രശേഖർ 115 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് എനിക്കൊന്ന് കുറെ സമയമായി രാജീവ് ചന്ദ്രശേഖർ ആ ലീഡ് നില ഏകദേശം താഴേക്ക് പോകാതില്ലേ പിടിച്ചു നിർത്തുകയാണ്. ഒരുപക്ഷെ BJPയുടെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഇറങ്ങിയ കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. അത്രയും, അതായത് അവരുടെ സർവ്വസന്നാഹങ്ങളും ഇറക്കി പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിലൊന്നാണ് നേമം എന്ന് പറയുന്നത്. അവർക്കത് പിടിച്ചേ മതിയാവും. കാരണം അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത്. കഴിഞ്ഞവണ ശിവൻകുട്ടി പറയുന്നല്ല, ഇരട്ട പൂട്ടിന്റെ പൂട്ടിയ മണ്ഡലമാണ് അത്. ആ പൂട്ട് പൊളിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. പറവൂരിൽ VD സതീശൻ മുന്നിൽ തന്നെയാണ്. കായംകുളം പരിശോധിക്കുകയാണെങ്കിൽ കായംകുളത്ത് M. ലിജു മുന്നിലാണ്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ മുന്നിലാണെന്നുള്ള കാര്യമാണ്. ലിജു ഇത്തവണ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞ കേട്ടായിരുന്നു, ഇത്തവണയെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിച്ച് വിടൂ, ഒരു തവണയെങ്കിലും എന്നെ ജയിപ്പിച്ച് വിടൂ എന്ന് ലിജു പറയുന്ന ഒരു സാഹചര്യം. അതിലെന്റെ അഭിപ്രായം കൂടി പറഞ്ഞിട്ടെ. യു പ്രതിഭ നല്ല സ്ഥാനാർത്ഥിയാണ്. LDFന്റെ യു പ്രതിഭ മികച്ച MLA മാരിലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ലിജു ഒരുപക്ഷെ കോൺഗ്രസിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുള്ള ഒരാളാണ്. പക്ഷേ ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല, ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പക്ഷെ അവിടെ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ മണ്ഡലങ്ങൾ മാറിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യു പ്രതിഭയും ജയിച്ചു വരേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് ലിജു മികച്ച സ്ഥാനാർത്ഥി. ലിജു ഇപ്പോൾ ലീഡ് ചെയ്യാണ്. അതെ, ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയിൽ ഒന്നാണ്, അതുകൂടി പറയണം. അതായത് LDFലെയും UDFലെയും മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ലീഡ് നിലയിൽ വീണ്ടും ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. UDF 73 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ 60ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് LDF. 60 ഇടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 73 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. ഒപ്പം 5 സീറ്റിൽ NDA ഇപ്പോഴും ആ ഒരു അവരുടെ ലീഡ് നിലനിർത്തുകയാണ്. കൃത്യമായ ലീഡ് 5 സീറ്റ് നിലനിർത്തുകയാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു തിരഞ്ഞെടുപ്പിൽ തുടക്കഘട്ടം മുതൽ തന്നെ ഇത്രയും സീറ്റുകളുടെ ഒരു ലീഡ് NDA നിലനിർത്തുന്നു അല്ലേ? BJP പറയുന്നത് പോലെ 10 സീറ്റിലേക്കൊക്കെ പോകും. എന്താവും സംഭവിക്കുക അറിയില്ല. എങ്കിൽ പോലും 5 സീറ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ല, ഒരിക്കലും BJP സംബന്ധിച്ചുള്ള അത് കേരളത്തിൽ 5 സീറ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമേ അല്ല. അല്ല, ഒരിക്കലും അല്ല. കൃത്യമായി തുടക്കഘട്ടം മുതൽ തന്നെ 4 സീറ്റിൽ വ്യക്തമായ ലീഡ് NDA നിലനിർത്തുകയാണ്. അതായത് ഒരു 4-5 സീറ്റൊക്കെ കിട്ടും എന്നുള്ള സാധ്യതയുണ്ടല്ലേ? സാധ്യതകൾ മാറി മറിയാലോ നമുക്ക്. അപ്പോഴും ഞാൻ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ഒരു സീറ്റ് നേമം മണ്ഡലം ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ കാര്യം കൂടി, LDF വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ്. 57 സീറ്റിലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നു. ലീഡ് നില 57 സീറ്റിലാണ് LDF ലീഡ് ചെയ്യുന്നത്. പ്രകടമായ ഒരു വ്യത്യാസം, പ്രകടമായ ഒരു അന്തരം LDFും UDFും തമ്മിൽ നമുക്ക് പറയേണ്ടി വരും. ഏകദേശം 20 സീറ്റുകളോളം വ്യത്യാസത്തിൽ UDF ലീഡ് ചെയ്യുകയാണെന്നുള്ളതാണ് നിലവിലത്തെ ചിത്രം. 76 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു അല്ലേ? മന്ത്രി P. രാജീവ് പിന്നിലാണ്, അറിയാവോ? അതായത് പല മന്ത്രിമാരെ പിന്നിലാണ്. വീണ ജോർജ്, മന്ത്രി രാജീവ്, അതുപോലെ ചിഞ്ചുറാണി, അതുപോലെ തന്നെ തുടങ്ങിയ മന്ത്രിമാരിൽ പലരും പിന്നിൽ പോകുന്ന. ഒരു കാര്യം പറയട്ടെ, മന്ത്രിമാരെ പിന്നിൽ പോയ കാര്യം പറയുമ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ VM വാസവൻ പിന്നിലായിരുന്നു. പക്ഷെ ഇപ്പൊ വാസവൻ മുന്നിലെത്തി. സുരേഷ് പിന്നിൽ പോയി. ഏറ്റുമാനൂർ VN വാസവൻ അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. നിലവിൽ VN വാസവനാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 76 ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ 57 ഇടത്ത്
LDF ലീഡ് ചെയ്യുന്നു. LDFന്റെ ലീഡ് നില വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ് 56, 77, 5 എന്ന അതായത് LDF 56, UDF 77, NDA 5 സീറ്റിൽ. അതിൽ പ്രധാനപ്പെട്ടത് പാലക്കാട് പിഷാരടി പിന്നിലാണ്. അത് തുടക്കഘട്ടം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രനാണ് മുന്നിൽ. ആലോചിക്കണം, അത്രയും വിവാദമായിട്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ട് എങ്ങോട്ടാണ് പോയത് എന്നുള്ളതുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി അവിടുത്തെ BJP വോട്ട് വലിയ വിവാദമുള്ള സ്ഥലമാണല്ലേ. രമേശ് പിഷാരടി അവരുടെ ടീമും വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങളുടെ കോട്ടയാണ്, ഇവിടെ പോയി വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് BJPയുടെ അണികൾ തടയുന്ന കാഴ്ച കണ്ടു. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ സ്ഥലമാണ് പാലക്കാട്. കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പണം കൊടുത്തു എന്നൊരു വിവാദം ഉണ്ടാകുന്നു. നിശബ്ദ പ്രചരണ ദിവസം. അതെ, കൃത്യമായ ദിവസങ്ങളിൽ വീഡിയോ അടക്കം പുറത്തു വരുന്നു. അതിനകത്ത് BJPക്കുള്ളിൽ തന്നെയുള്ള പടലപ്പടക്കങ്ങളാണെന്നുള്ള സാഹചര്യങ്ങൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വനിതാ നേതാവാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ ആ സ്ത്രീയെ അസഭ്യം പറയുന്ന ഒരു ഓഡിയോ പുറത്തു വരുന്നു. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയ വിഷയത്തിന്റെ ബഹളമായിരുന്നു. അതെ, അതൊക്കെ വലിയ വാർത്തകളായ സംഭവങ്ങളാണ്. ഞാൻ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് കാര്യം കൂടി പറയട്ടെ. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലേ വോട്ട് ഇരട്ടിപ്പിച്ചിട്ട് ചരിത്രമേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് വോട്ട് മാറ്റിയ ചരിത്രം ശോഭാ സുരേന്ദ്രന് മാത്രം അവകാശപ്പെട്ടത്. പാലക്കാട് ജയിക്കാൻ സാധ്യതയുണ്ടോ? പാലക്കാട് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പഠിക്കൽ കൊണ്ട് കലോടയ്ക്കാന്ന് പറയില്ലേ. പക്ഷേ തുടക്കഘട്ടം മുതൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അല്ല, അവിടെ പിഷാരടി കയറി വരും. അത് താങ്കളൊരു കോൺഗ്രസ്സുകാരനായിട്ട് അതല്ല, പിഷാരടി അവിടെ കയറി വരും. രാഷ്ട്രീയ ചരിത്രം. അതിന്റെ കാരണം എന്നറിയാം. അത് ഞാൻ വീണ്ടും പറയാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ 18,500 മേലെ വോട്ട് പിടിച്ച സ്ഥലങ്ങളാണ്. സാഹചര്യം മാറിയിട്ടുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. അതിന് മുന്നേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ രീതിയിൽ അവിടെ ബാധിച്ചിട്ടുണ്ട്. ഇല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ബാധിച്ചിരുന്നെങ്കിലേ അത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ആ സമയത്തിന് അറിയാൻ പറ്റിയത്. പക്ഷെ ആ ഒരു സാഹചര്യം അത് വ്യക്തമായിട്ട് പിഷാരടി ഡീൽ ചെയ്ത് പോയി എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾക്ക് വരെ കൃത്യമായി മറുപടി കൊടുത്തു പോയി. മറുപടികളാണ് പലപ്പോഴും വലിയ ജനശ്രദ്ധ, വളരെ പക്വതയുള്ള രാഷ്ട്രീയ നേതാവ് ആകാൻ സാധ്യതയുള്ള നേതാവ് ആയിരിക്കാം എന്നൊരു പിഷാരടി. ഒരു ഒറ്റ കാര്യം കൂടി, LDF വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ്. 55 സീറ്റിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 78 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. അതെ, 78 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. NDA ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. NDA ഇപ്പോഴും ആ 5 സീറ്റിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നിർത്തുകയാണ്, പിന്നിലേക്ക് പോകുന്നില്ല. പിന്നിലേക്ക് NDA പോകുന്നേ ഇല്ല. 5 സീറ്റിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. എന്നാലും ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിലത്തെ ഒരു ചിത്രം UDFന് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ചുക്കാനാണ് സാധ്യത. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറും കഴിഞ്ഞ് 3 മിനിറ്റും ആയിരിക്കും. ഞാൻ നേരത്തെ ചോദിച്ചത് വീണ്ടും ചോദിക്കുന്നു, ആരധികാരത്തിൽ വരും? ഞാനൊരു 12 പറഞ്ഞാൽ മതിയോ? 12 കേരളം പറഞ്ഞോളും, അത് ഇന്ന് പറയാനില്ല. നമ്മുടെ പ്രഡിക്ഷൻ ആണല്ലോ. ഒരു കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു UDF എന്നുള്ളതാണ്. ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 55 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 80 ഇടത്ത് നിസ്സാര കാര്യമല്ല. 80 ആലോചിക്കാം എത്ര മേലോട്ട് പോയെന്നുള്ളത്. 26 സീറ്റ് കൂടുതലാണ്. 26 മേലെ കൂടുതൽ കയറി പോകുന്നു. NDA അപ്പോഴും 4 ഇടത്ത് കൃത്യമായി നിൽക്കുന്നുണ്ട്. NDA സീറ്റാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 1581 വോട്ടിനെ ലീഡ് ചെയ്യുന്നു. VM വാസു പിന്നിലാണ്. ഷിയാസ് 4000 വോട്ടിന് മുന്നിലാണ്. കൊച്ചിയിൽ 4000 വോട്ട് UDFന്റെ സ്ഥാനാർത്ഥി കൊച്ചിയിൽ 4000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏറ്റുമാനൂർ VM വാസു സാധ്യതയുണ്ടോ? അല്ല, ഷിയാസ് ക്ഷമിക്കണം, ഈ നാട്ടകം സുരേഷ് ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയി. ഇപ്പൊ വീണ്ടും അദ്ദേഹം കയറി വന്നിരിക്കുകയാണ്. നമുക്ക് ലീഡ് നില ഇങ്ങനെ മാറുന്നുണ്ടേ. സ്വാഭാവികമായിട്ട് ഈ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ. LDF അവിടെ താഴ്ന്നു പോകുന്നു പറയുമ്പോഴേ LDF വ്യക്തമായി കയറി വരുന്നുണ്ട്. അതും കൂടി നോക്കണം. കാരണം നമ്മൾ ഈ 80, 53, 81, 53 നേരത്തെ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ അവിടെ നോക്കുന്ന ഒരു മാറ്റമില്ല തുടരുന്നത് NDA ആണ്. PCR ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ലീഡ് നിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. 81 എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്സ്. 81 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. 5 ഇടത്താണ് ഒല്ലൂർ K രാജൻ 90 വോട്ടുകൾക്ക് മുന്നിലാണ്. ഒല്ലൂർ K രാജൻ LDFന്റെ സ്ഥാനാർത്ഥി 90 വോട്ടുകൾ. നല്ല നേതാവാണ്, നല്ല മന്ത്രിയാണ്. ഇന്നലെ UDFിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ മുന്നിൽ തന്നെയാണ്. അവിടെ ലീഡ് നല്ല കൃത്യമായിട്ട് ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. 81 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. NDA 4 ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ ലീഡ് നില ഉയർത്തുന്നു. 5-4 എന്നുള്ള ചിത്രത്തിലേക്ക് തന്നെ നിരന്തരമായിട്ട് NDA അവരുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ നോക്കുന്നത് NDAയുടെ വളർച്ചയാണ് നോക്കുന്നത്. NDAയുടെ മുന്നേറ്റം മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം NDA കൃത്യമായി 4 ഇടത്ത് ലീഡ് ചെയ്യുന്നു. 4 ഇടത്ത് ലീഡ് ചെയ്യുന്നു മാത്രമല്ല, അത് 5 മാറിക്കൊണ്ടിരിക്കുന്നു. 5-4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഷിയാസ് 1000 വോട്ടുകളോട് ലീഡ് ഉയർത്തിയിരിക്കുന്നു. 5000 എത്തിയിരിക്കുകയാണ്. ചെറിയ സംഖ്യയല്ല. അല്ല, പിന്നെ കൊച്ചിയുടെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. കൊച്ചി കോൺഗ്രസ് ആണ്, അങ്ങനെ സാഹചര്യം കൂടെ ഉണ്ട്. അത് ഞാൻ കോൺഗ്രസ് ആയിട്ട് പറയുന്നല്ല. കൊച്ചിയുടെ ജില്ലാ മേഖല അങ്ങനെയാണ്. മാത്യു കുഴൽനാടൻ 1800 വോട്ടിന് മുന്നിലാണ്.
1800. മാത്യു കുഴൽനാടന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. വീണ്ടും രണ്ടാമത് അവിടെ ഒരിക്കൽ കൂടി മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു സാഹചര്യം ഉണ്ട്. മറ്റൊന്ന്, അവിടെ PT തോമസിന്റെ പിൻഗാമി എന്നൊരു സാഹചര്യം കൂടി മാത്യു കുഴൽനാടന് വരുന്നുണ്ട്. PT തോമസ് സഭയിൽ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് മാത്യു കുഴൽനാടൻ ഒരു സാഹചര്യം കൂടി പലപ്പോഴും ഉണ്ടാവുന്ന ചർച്ച ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ സർക്കാരിനെതിരെ വളരെ വിവാദമായിട്ടുള്ള പല പരാമർശങ്ങളും പല തെളിവുകളും അടക്കം പല അഴിമതി ആരോപണങ്ങളും മുന്നിൽ വീണാവിജയനെതിരെ ആദ്യമായി ആദ്യം കൊണ്ടുവന്നത് PT തോമസ് ആയിരുന്നു. PT തോമസ് നിന്നും പിന്നീട് അത് ഏറ്റെടുത്തത് മാത്യു കുഴൽനാടനായിരുന്നു. മാത്യു കുഴൽനാടൻ അവസാന നിമിഷം വരെ അതിൽ ഉറച്ചു നിൽക്കുന്ന കോടതിയിൽ നിന്ന് പലതവണ തിരിച്ചടി ലഭിച്ചിട്ടും തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന ഒരു കാര്യം കൂടിയുണ്ട്. UDF 83 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 83 UDF ലീഡ് ചെയ്യുമ്പോൾ 52 LDF 52 ആക്കി കുറഞ്ഞിരിക്കുന്നു. 52 അപ്പോഴും NDA 4 നിൽക്കുന്നു. 4 എന്തായാലും UDF അനുകൂലമായിട്ടുള്ള തരംഗം കേരളം അത്തരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നിലാണ്. പല മന്ത്രിമാരും പിന്നിലാണ്. അതായത് വീണ ജോർജ് പിന്നിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ ജോർജ് പറഞ്ഞ പോലെ തന്നെ വളരെ ജനകീയമായിട്ടുള്ള ഏറ്റവും LDF നിലവിൽ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള മന്ത്രിമാരിൽ ഒരാളാണ് വീണ ജോർജ്. കൊട്ടാരക്കൽ ഐഷാപ്പറ്റി പിന്നിലാണ്. ഏറ്റവും നല്ല R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പിന്നിലാണ്. ഇതുവരെ മുന്നിൽ കയറി വന്നിട്ടില്ല. മന്ത്രിമാർ പലരും പിന്നിൽ പോകുന്ന സാഹചര്യമില്ലേ LDFനെ സംബന്ധിച്ചിടത്തോളം? പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണ്. അവിടെ 5 വർഷത്തെ കഷ്ടപ്പാടിന് 1 വർഷം ജ്യോതികുമാർ ചാമക്കാല, അതുകൊണ്ടായിരിക്കാം മുന്നിൽ വന്നത്. പിന്നിൽ പോകാൻ സാധ്യതയുണ്ടില്ലെന്നല്ല, പക്ഷേ ഇപ്പൊ മുന്നിലാണ്. ചാണ്ടി ഉമ്മൻ എന്തായാലും പുതുപ്പള്ളിയിൽ 4208 വോട്ടുകളിലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ സൈക്കിൾ ചവിട്ടിയാണ് ഒന്നിന്റെ ആവശ്യമില്ലാന്ന് ചാണ്ടിക്കറിയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല ചാണ്ടിക്കറിയാം. ഏറ്റവും കൂടുതൽ മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് പോയ ഏക സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ്. പറഞ്ഞ പോലെ അന്ന് ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു. രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ച് വളരെ കാര്യമായിട്ടൊക്കെ വേദി കൈയടക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ട്രാക്ക് പാൻറ് ഒക്കെ ഇട്ട് വെളിയിലൊക്കെ ഇട്ട് സൈഡ് നിൽക്കുകയാണ്. എനിക്കിത് കഴിച്ചോളാം, ക്രിക്കറ്റ് കണ്ടത് ക്രിക്കറ്റ് കളിക്കാൻ പോകേണ്ട വന്നിരുന്ന കമന്റുകൾ അത്തരത്തിൽ വളരെ ജനകീയനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഓരോ വീടുകളിലും പോയി തൊട്ടടുത്തുള്ള അയൽപക്കത്തെ പയ്യൻ എന്നൊക്കെ പറയുന്ന കണക്കുള്ള വലിയൊരു നമ്മുടെ വീട്ടിലെ ചെക്കൻ. അതെ, നമ്മുടെ വീട്ടിലെ ചെക്കൻ. അത്ര ജനകീയനായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ പയ്യന എന്നൊക്കെ പറയുന്ന പോലെയുള്ള പുതുപ്പള്ളിയിലെ ആ രീതിയിൽ വൻ ജനസ്വാധീനമുള്ള വലിയ രീതിയിൽ സ്നേഹിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലെഗസി നിലനിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഇതേവരെ മുന്നോട്ട് വന്നിട്ടില്ല. വീണ്ടും ലീഡിൽ വ്യത്യാസം വന്നിരിക്കുന്നു. UDF 84 സീറ്റിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 84 സീറ്റിലേക്ക് UDF ആണ് 84 ലീഡ് ചെയ്യുന്നത്. വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ് മുന്നിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. VK പ്രശാന്ത് വട്ടിയൂർക്കാവില്, VK പ്രശാന്ത്, K മുരളീധരൻ, അതുപോലെ ശ്രീലേഖ IPS കാണാനില്ല. പക്ഷെ അവിടെ VK പ്രശാന്തും K മുരളീധരൻ മത്സരിക്കുന്നതിൽ K മുരളീധരന്റെ സ്വന്തം മണ്ഡലമാണ്. ശ്രീലേഖ ചിത്രത്തിലെ ഉണ്ടായില്ല തോന്നുന്നു. അതെ, ശ്രീലേഖ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ സുധീർ കരമന നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നടൻ. എന്താ അവസ്ഥ? ഇല്ല, ചിത്രത്തിലില്ല. ചിത്രം കാണിച്ചു പോകുന്നുള്ളേ ഉള്ളൂ, അല്ലാതെ ഇല്ല. ഒരു ഡസൺ മന്ത്രിമാരെ തോക്കുമെന്ന് പറഞ്ഞതൊക്കെ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. UDFന്റെ പ്രമുഖന്മാരെല്ലാം മുന്നിൽ തന്നെയാണ്. UDFന്റെ എല്ലാ പ്രമുഖന്മാരും മുന്നിലാണ്. എന്നാൽ LDFന്റെ എല്ലാ പ്രമുഖന്മാരും പിന്നിലാണ്. ശിവൻകുട്ടി അടക്കം പിന്നിലാണ്. അതെ, മന്ത്രിമാരിൽ മികച്ച മന്ത്രിമാരടക്കം പിന്നിലാണ്. അവിടെ അപ്പോഴും ഏലത്തൂര് AK ശശീന്ദ്രൻ മുന്നിലാണ്. ഏലത്തൂർ AK ശശീന്ദ്രൻ LDFന്റെ കാൻഡിഡേറ്റ് ആണ്, മുന്നിലാണ്. ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ട ഒരു മന്ത്രി കൂടിയായിരുന്നു. കേരളത്തിലെ ഇപ്പോഴുള്ള ഒരു ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ UDF 85 ഇടങ്ങളിലേക്ക് വോട്ട് ഉയർത്തിയിരിക്കുന്നു, ലീഡ് നില ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 85 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ വെറും 50 എന്നുള്ള ഡിജിറ്റിലേക്ക് 49 എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ LDF മാറിയിരിക്കുന്നു. 4 ഇടങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ NDA ലീഡ് ചെയ്യുന്നു. 5-4 എന്നുള്ള അവസ്ഥയിലേക്ക് NDA ലീഡ്. 1204 വോട്ടുകൾക്ക് മുന്നിലാണ്. എനിക്കൊന്ന് സുധാകരൻ തന്നെയാണ് തുടക്കം മുതൽ തന്നെ അവിടെ ലീഡ് ചെയ്യുന്നത്. അതെ, സുധാകരൻ ഫാക്ട് അല്ല, ആദ്യം വന്നപ്പോൾ ഒരു 5 വോട്ടിന് HS മുന്നിൽ വന്നിരുന്നു കേട്ടോ. വന്നിരുന്നു. അത് മിന്നായം പോലെ വന്നു പോയി. ഇപ്പം 1204 വോട്ടിനാണ് സുധാകരൻ ലീഡ് ചെയ്യുന്നത്. അതെ, എന്തായാലും LDFലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ പിന്നിൽ പോകുന്ന അവസ്ഥ, മന്ത്രിമാരടക്കം ലീഡ് നില താഴേക്ക് കുപ്പുകുത്തുന്ന അവസ്ഥയാണ്. പറയാൻ പറ്റുമോ? ഇനി വേണമെങ്കിൽ പറയാം. 86 UDFന് അനുകൂലമായ ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ട് എന്ന് തോന്നുന്നു. ഭരണവിരുദ്ധ വികാരം റോഷി പിന്നിലാണ്. റോഷി മുമ്പ് പിന്നിലായിരുന്നു. നമ്മളൊരു പക്ഷേ ലൈവ് കയറുന്നതിന് മുന്നേ സംസാരിച്ച കാര്യമാണ് റോഷിയുടെ കാര്യം. റോഷിത പിന്നിലേക്ക് പൊക്കോണ്ടിരിക്കുക. ചില ആൾക്കാർ ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പാല പറയണം കേട്ടോ. പാല ഇപ്പോഴും മാണി സി കാപ്പൻ, UDFന്റെ സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ തന്നെയാണ് പാലായിൽ. 193 വോട്ടാണ്. അത് മാറാം.
അത് മാറി പറയാം. ജോസ് കെ മാണിയെ കാണുന്നില്ല. ജോസ് കെ മാണി അവിടെ നിൽക്കട്ടെ. ഷോൺ ജോർജിനെ എങ്ങും കാണുന്നില്ല. ശോഭാ സുരേന്ദ്രൻ ലീഡ് നില വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നു. 13 വോട്ടിലേക്ക് ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. ചിത്രം മാറി മറിയുന്നു. ഒരുപക്ഷെ പാലക്കാട് കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കാണുന്നു. രമേശ് പിഷാരന്റെ ചിലപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2 അക്ക സംഖ്യയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് പാലക്കാട് കുറഞ്ഞിരിക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ കൂടി വരികയാണ്. ഈ കാസർഗോഡ് BJPയുടെ സ്ഥാനത്ത് NDAയുടെ സ്ഥാനത്ത് അശ്വിനി ഇപ്പോഴും മുന്നിലാണ്. അശ്വിനി ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്തതാണ്, പക്ഷെ അശ്വിനി മുന്നിലാണ് ഇപ്പോഴും. ഒരു കാര്യം കൂടി ഉള്ളത്, LDFന്റെ ലീഡ് ഒരു സീറ്റ് കൂടി കുറഞ്ഞിരിക്കുകയാണ്. 48ലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നു. 48 ഇടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 87 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. 4 സീറ്റിൽ ഇപ്പോഴും NDA ലീഡ് ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ പറയാമോ എന്നറിയില്ല. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വന്നാലോ? ബ്രേക്ക് എടുത്തിട്ട് അപ്പോൾ ഒരു ചെറിയ ഇടവേളയാണ്. 1 മിനിറ്റിനുള്ളിൽ തിരികെ വരും. ജനഹിതം 2026 പവർഡ് ബൈ മെഡ്ലൈൻ അക്കാഡമി, NCLEX RN ക്ലാസസ് ഫോർ നഴ്സസ് ആൻഡ് അച്ചയൻസ് ഗോൾഡ്. ജനഹിതം 2026 powered by Medline Academy, NCLEX RN classes for nurses and Achayans Gold. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സ് ആകാനാണോ? NCLEX RN എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം.